ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ വക ഈദ് മുബാറക്ക് കേട്ടോ. കുറച്ച് താമസിച്ച് പോയി, ഇന്നലത്തെ വ്ളോഗാണ് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു സമ്മാനമാണ് കേട്ടോ ഈ ഒരു ഫോണ്. കാരണം അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നമുക്കൊരു ഫോണില്ലാണ്ട് ഒരു വീഡിയോ നന്നായിട്ട് എടുക്കുക. യൂട്യൂബർ ആണെങ്കിൽ ഒരു ഫോൺ അത്യാവശ്യമാണ്, അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ അത്യാവശ്യമാണ്. എനിക്കങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കൊന്നിനും ഒരു സപ്പോർട്ടില്ലാത്ത ഒരാളാണ്. എങ്ങനെ എവിടെയും ഒന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു സപ്പോർട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം അധികം ഞാൻ അങ്ങനെ പറയുന്നില്ല തുറന്ന്. അപ്പോൾ എനിക്കത് സമ്മാനിച്ച ആരാണെന്നറിയാവോ? എൻ്റെ വല്യാപ്പായാണ് കേട്ടോ. എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനാണ്, ഫസലുദ്ദീൻ എന്നാണ് പേര്. അങ്ങനെ എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഫോണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ എല്ലാവരും വല്യാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. കാരണം എനിക്കൊരു ഫോണില്ലാണ്ട് എൻ്റെ യൂട്യൂബ് ചാനലങ്ങ് നിന്ന് പോകുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചിട്ട് എനിക്കതങ്ങ് നിന്ന് പോകുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അയ്യോ എനിക്കിനി വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സമ്മാനമാണിത്. അപ്പോൾ ഈ ഫോൺ എന്താണെന്നറിയാം, വിവോ V50 ആണ് കേട്ടോ ലൈറ്റ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിനെപ്പറ്റി റിവ്യൂ ഒന്നും പറയാനായിട്ട് അറിയത്തില്ല. ഫോണിനെ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ളൊരു അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോറേജുള്ള, അത്യാവശ്യം നല്ല സ്റ്റോറേജുള്ള ഫോണാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മളെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇനി മുതലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ ഒരു ഫോൺ വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മുന്നേ ഫോണൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് രക്ഷപ്പെടണം, അങ്ങനെ അവൾ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങനെ വലിയ സന്തോഷമുള്ളൊരു പെരുന്നാളൊന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ വർഷവും വാപ്പുമ്മ വരുന്നതാണ്. വാപ്പുമ്മ എപ്രാവശ്യം വന്നിട്ടില്ല. അമ്മ കാല് ചെറിയൊരു പൊട്ടലൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വല്യാപ്പയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഈ ഫോൺ ഗിഫ്റ്റായിട്ട് തന്ന വല്യാപ്പയുടെ വീട്ടിലാണ് കേട്ടോ വാപ്പുമ്മ. അപ്പോൾ അമ്മക്ക് കാലിന് ചെറിയൊരു പൊട്ടലുള്ളത് കൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വർഷം എല്ലാ വർഷവും വാമ്മ വരുന്നതാണ്. ഈ ഒരു വർഷം വാമ്മ ഇല്ല. അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ, വലിയൊരു കുറവ് തന്നെയാണത്. പിന്നെ അധികം ഒരു പെരുന്നാളിൻ്റെ ഒരു സന്തോഷം അങ്ങനെയൊന്നുമില്ല. എന്താണെന്നറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു പെരുന്നാളാണ് എന്നുള്ളൊരിതൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഞാനങ്ങനെ വിശേഷങ്ങളായിട്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല. കുറച്ച് പാചകം മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബിരിയാണി വെക്കുന്ന തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയിൽ വെക്കുന്ന ആ മസാല മാത്രമേ അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഇറച്ചിക്കറി പ്രത്യേകിച്ചൊന്നും വെക്കാനില്ല. കാരണം അതിൻ്റെ തലേന്ന് വൈകുന്നേരം കുറച്ച് ഇറച്ചിക്കറിയൊക്കെ വെച്ചതുകൊണ്ട് അതൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി ഒരു ഫ്രൈ പരുവത്തിനൊക്കെ ആക്കി അങ്ങ് മാറ്റിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി മാത്രമാണ് അന്നത്തെ ദിവസം ഉണ്ടാക്കി. രാവിലെ കാപ്പി ഉണ്ടാക്കി, ദോശയായിരുന്നു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് നാരങ്ങാ നീരും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഞാനാണെങ്കിൽ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനൊന്നുമല്ല, വെറുതെ തിരുമ്മി വെച്ചതാട്ടോ. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് തിരുമ്മി വെച്ചതാണ്. പിന്നെ ബാക്കി തക്കാളിയും പറയേണ്ടതെന്നൊന്നും അറിയാൻ വയ്യട്ടോ, എല്ലാം അങ്ങ് മറന്നു. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ ബിരിയാണിക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പുതിനയില, മല്ലിയില ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ഉള്ളി, സവോള ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇതെൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല ഞങ്ങൾ ബിരിയാണി വെക്കുന്നത് എന്നൊന്നും പറയരുത്. അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് വെക്കുന്നതാണല്ലോ നമ്മൾ ഭക്ഷണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ബിരിയാണി. പണ്ടൊക്കെ ആണെങ്കിൽ ചോറ് പ്രത്യേകം, കറി പ്രത്യേകം ഒക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാം നമ്മളിങ്ങനെ പഠിച്ച് അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ, അല്ലാണ്ടല്ല.
അല്ല ഞാൻ ഒരു പാചകക്കാരിയൊന്നുമല്ല. ഞാനും ഓരോരുത്തരെ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നും. അങ്ങനെ ഉണ്ടാക്കി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കൊള്ളാമെന്ന് തോന്നുമ്പോൾ അതാണ് പിന്നും ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പിയാണേ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ, ഒരു സ്വർണ്ണ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ബിരിയാണിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം അങ്ങ് കരിഞ്ഞു പോയിട്ട് അതിനൊരു ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് ഒരു സ്വർണ്ണ കളർ ആകുമ്പോൾ തന്നെ ഒന്ന് കോരി മാറ്റുക. കോരി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചൂടിലിരുന്ന് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൊരിയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല കറുത്തതിന് ശേഷം എടുക്കാൻ നിൽക്കരുത്, ബിരിയാണി കുളമായി പോകും. അത് കോരി മാറ്റി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി, കുറേ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 4 സവോള, വീട്ടിൽ പ്രത്യേകിച്ച് വാപ്പ പറഞ്ഞത് മസാല ഒരുപാട് കൂട്ടിയിട്ട് ബിരിയാണി വെക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ ബിരിയാണി നല്ല മസാല ആക്കിയിട്ട് വെച്ച്, അതായത് തക്കാളിയും ഉള്ളിയൊക്കെ നിറയെ ഇട്ടിട്ട് നല്ല മസാല പൊതിഞ്ഞിട്ടുള്ള ബിരിയാണി അത് വേണ്ട, വയറിന് ശരിയാവത്തില്ല. അതുകൊണ്ട് മസാലയൊന്നും ഇല്ലാതെ കുറച്ച് മതി, പേരിന് മാത്രം മതി, അങ്ങനെയുള്ളൊരു ബിരിയാണി പറ്റുമെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാം. 4 സവോള എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം വലിയ സവാളയായിരുന്നു. അതിലേക്ക് ഒരു 3 തക്കാളിയും ചെറിയ തക്കാളിയായിരുന്നു കേട്ടോ. പുളി ഉള്ള തക്കാളി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. പുളി അധികം വേണ്ട, തൈരും നാരങ്ങാനീരും ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ പുളിയും കൂടെയൊക്കെ ചേരുമ്പോൾ മൊത്തത്തിലൊരു അളിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പുളിയൊക്കെ ഞാൻ കുറയ്ക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വാട്ടിയത്. നമ്മൾ പറയാൻ വിട്ടുപോയി, സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സവോള തട്ടിക്കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇടുന്നത് നല്ല ടേസ്റ്റ് തരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല. ഈ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ ചേർക്കത്തില്ല കേട്ടോ. മുളക് പൊടിയൊന്നും വേറെ ചേർക്കത്തേ ഇല്ല. കുരുമുളക് പൊടിയും ചേർക്കാറില്ല. പച്ചമുളകിൻ്റെ എരിയാണ് കൂടുതലായിട്ട് വേണ്ടത്. എന്നാലേ ആ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തയ്യാറാക്കാനായിട്ട് അടുപ്പിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി മസാല ഉണ്ടല്ലോ, സെപ്പറേറ്റ് ഇടുന്നതാണ് ബിരിയാണി മസാല. ചോദിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. കുറച്ച് ബിരിയാണി മസാലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിനിടയ്ക്ക് ഉമ്മച്ചിയാണെങ്കിൽ സാലാഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാബേജ്, ഉള്ളി, വലിയുള്ളി, സവാള ഉണ്ടല്ലോ, സവാളയുണ്ട്, ക്യാബേജുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളക്, പിന്നെന്താ ക്യാരറ്റ് കേട്ടോ, അതൊക്കെ ഇട്ട് പിന്നെ മല്ലിയിലയും ഒക്കെ അരിഞ്ഞിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെയൊക്കെ ഇടണം. ഇട്ടിട്ടാണ് നമ്മൾ ആ സലാഡ് റെഡിയാക്കിയത്. കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മി കൊടുക്കണം. ആ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ആ വിനാഗിരിയുടെയൊക്കെ ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് ആ നമ്മൾ ഇട്ടിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെ പിടിച്ച് വരണം കേട്ടോ. അങ്ങനെ സലാഡും റെഡിയായി. ഇതിനിടയ്ക്ക് പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി ഒരു കുഴഞ്ഞ പരുവം ആവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാവും. എത്രത്തോളം ഉള്ളിയൊക്കെ വാടുന്നോ അത്രത്തോളം ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും എന്നാണ് കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിക്കനൊക്കെ കഴുകി ആ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ എടുത്തു കഴിഞ്ഞപ്പോൾ കാണുന്നില്ല കേട്ടോ. എല്ലായ്പ്പോഴും പറ്റുന്നത് പോലെ അബദ്ധം പറ്റിയതാണോ എന്ന് അറിയത്തില്ല. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാടെയോ അല്ലെങ്കിൽ അനിയത്തിയുടെയോ കൈ കൊടുക്കും, ഒന്ന് വീഡിയോ എടുത്ത് തരണേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക, രണ്ടും കൂടെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്കിപ്പായി പോയതായിരിക്കും കേട്ടോ. ക്യാമറ ഓണാക്കി കൊടുത്താണ് അവരുടെ കൈ ഇങ്ങനെ കയറി തട്ടിയിട്ട് ക്യാമറ ഓഫായി കാണും, റെക്കോർഡായി കാണത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് ആ മസാല ചിക്കനുമായിട്ടൊക്കെ ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് ഞാനിപ്പം 5 പോണി അരിയാണ് കേട്ടോ എടുത്തത്. 5 പോണി അരിക്ക് ഞാൻ എടുക്കുന്ന 12 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഇരട്ടി വെള്ളം എടുക്കുകയാണെങ്കിൽ 10 മതിയായിരുന്നു. പക്ഷേ ഞാൻ 2 ഗ്ലാസ് അധികം ഒഴിച്ചു കൊടുത്തു. അരിയുടെ വേവ് നമുക്കറിയത്തില്ല, പുതിയ സൈസ് അരി ആയതുകൊണ്ട് അതിൻ്റെ വേവ് നമുക്കറിയത്തില്ല. വേവിനനുസരിച്ചാണല്ലോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അതുകൊണ്ട് 2 ഗ്ലാസ് ഞാൻ അധികം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അരി അതിലേക്ക് തട്ടി കൊടുക്കുന്നത്. ചിക്കനും ചോറും കൂടി ഒരുമിച്ച് മിക്സ്ഡ് ആക്കി വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലിയ ഈ ചെമ്പട്ടി പോലെ ഇരിക്കുന്ന ഇതായതുകൊണ്ട് അതിൻ്റെ അത്രയും അടയ്ക്കാൻ പറ്റിയ സാധനം ഇല്ലാത്തതുകൊണ്ട് അതുപോലൊരു ചെമ്പട്ടി, ഒരു ഉരുളി വെച്ചിട്ട് ഞാൻ കമഴ്ത്തി അങ്ങ് അടച്ചു കൊടുക്കുക ചെയ്ത് കേട്ടോ.
വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുമെങ്കിലും ആറിക്കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടങ്ങ് ഡ്രൈ ആവും കേട്ടോ. അങ്ങനെയാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. നമ്മൾ ഈ വെച്ച് ഊറ്റിയെടുക്കുന്ന ബിരിയാണിക്ക് ആദ്യമൊക്കെ കുഴഞ്ഞിരിക്കും, ചൂടൊന്നാറിയതിന് ശേഷം നല്ലതുപോലെ ഡ്രൈ ആവും. അപ്പോഴാണ് യഥാർത്ഥ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.